ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എഴുതി തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾ വരുന്ന പരീക്ഷകളിൽ ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാകും, ഇത് ഉറപ്പായ കാര്യം. 2025 നാവികസേന ആഘോഷങ്ങളുടെ വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. 2025 നാവികസേനാ ദിന ആഘോഷങ്ങൾക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. നാവികസേനാ ദിനം എന്നാണ് ഡിസംബർ 4. നാവികം 4 2025 നാവികസേനാ ദിന ആഘോഷങ്ങളുടെ വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. US പുറത്ത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. എവിടെയാണ്? വിശാഖപട്ടണം. അപ്പോൾ ഗൂഗിളിന്റെ ഏറ്റവും വലിയ AI ഹബ്ബ് ചോദിച്ച US പുറത്ത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണം. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? ജോൺ മക്കാർത്തിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി. 5ാം തലമുറ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യയാണ് AI, നമുക്കറിയാവുന്നതാണ്. വിശാഖപട്ടണം എവിടെയാ? ആന്ധ്രാപ്രദേശിന്റെ ഭാഗമാണ് വിശാഖപട്ടണം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമേറിയ രത്നം എന്നറിയപ്പെടുന്നതാണ് ഏത്? വിശാഖപട്ടണം എന്ന് പറയുന്നത് അല്ലേ. വിശാഖപട്ടണത്തിലാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വിശാഖപട്ടണമാണ്. US പുറത്ത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വന്നത് വിശാഖപട്ടണം. 2025 ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനം നടന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. എവിടെയാണെടാ? ഓസ്ട്രേലിയ. 2025 ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനത്തിന് വേദിയായത് ഓസ്ട്രേലിയയാണ്. നിലവില് ODI അല്ലെ, ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ആരായിരുന്നു? നമ്മുടെ സ്വന്തം ഇന്ത്യ ആയിരുന്നു. 2023 നടന്നത്. ഓക്കെ, 2025 ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനത്തിന് വേദിയായത് ഓസ്ട്രേലിയയാണ്, അല്ലാതെ എവിടെയല്ല, വർക്കല ശിവഗിരി അല്ല. ഓക്കെ, ജനിതക വൈകല്യങ്ങളോട് കൂടിയ കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നു എന്ന് നിരീക്ഷിച്ച നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരായിരുന്നു? KK ശൈലജ ടീച്ചറായിരുന്നു. ആരാണ്? KK ശൈലജ ടീച്ചറായിരുന്നു. 2025 ഒക്ടോബർ ഗുരുദേവ സർവമത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയ. ജനിതക വൈകല്യങ്ങളോട് കൂടിയ കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നു എന്ന് പഠിച്ച നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരായിരുന്നു? KK ശൈലജ. കേട്ടോ, നല്ല ചോദ്യമാട്ടോ. എന്താണ് അവിടെ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി അധ്യക്ഷ ആരായിരുന്നു? KK ശൈലജ. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ജനിതക വൈകല്യങ്ങളോട് കൂടിയ കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്ന നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു KK ശൈലജ. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് കിരീടം ആർക്കാ സ്വന്തമായത്? ഓവറോൾ കിരീടം സ്വന്തമാക്കി തമിഴ്നാട്. 40ാമത് ജൂനിയർ അത്ലറ്റിക്സ് കിരീടം സ്വന്തമാക്കി തമിഴ്നാട്. അടുത്തതൊരു കൃതിയാണ്. നമ്മൾ മിക്കവാറും എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും ഓരോ പുതിയ കൃതികൾ പറയുന്നുണ്ട്. എല്ലാ കൃതിയും ഒരുമിച്ചെടുത്താൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച ഓരോ ദിവസവും പറയുന്നത്. എന്നാൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ കുറച്ചധികം കൃതികൾ കൂടെ ആകുമ്പോൾ ഒറ്റ ക്ലാസ് ആക്കി വീണ്ടും നിങ്ങൾക്ക് തരാട്ടോ. ഇത് ഒരു പെട്ടെന്ന് പഠിക്കാനായിട്ട് കുറച്ച് കൃതികൾ ഒരുമിച്ച്. അപ്പോൾ കേട്ട ഒരു പരിചയമാണ്. ഓരോ ദിവസം ഓരോ കൃതികളൊന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിനകത്ത് കുറച്ചൊക്കെ ഒന്ന് ഓർമ്മയിരിക്കത്തില്ലേ ഇടെ. അപ്പോൾ എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാ കൃതികളും കൂടെ ചേർത്തൊരു ക്ലാസ് എടുത്ത് തരാവേ. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ചുള്ള കഥ പറയൂ. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ചുള്ള കഥ പറയൂ എന്നത് ആരുടെ പുസ്തകമാണ്? ബെന്യാമിനാണ്. ബെന്യാമിനൊക്കെ നമുക്കറിയാം, ആടുജീവിതത്തിന്റെ ആളല്ലേ ബെന്യാമിൻ. സോ അദ്ദേഹത്തിന്റെ അടുത്തിന് വൈറലാകാൻ പോകുന്ന കൃതി തന്നെ ആയിരിക്കണം മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ചുള്ള കഥ പറയൂ. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ചുള്ള കഥ പറയൂ. ബെന്യാമിൻ. ഇന്നത്തെ ദിവസമല്ല, 2 ദിവസത്തിന് മുന്നേ നടന്ന നമ്മുടെ സ്റ്റോർ കീപ്പർ എക്സാം ഉണ്ടല്ലോ, അന്നത്തെ ദിവസത്തിൽ KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞൊരു സെറ്റ് കൃതികൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, നമ്മളിങ്ങനെ ഓരോ കൃതികളായിട്ട് പഠിച്ചു മാറ്റുമ്പോൾ നമുക്കുള്ള ഉപകാരം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനകത്ത് 1 or 2 കൃതികൾ മാത്രം അറിഞ്ഞിരുന്നാലും ഉത്തരം എഴുതാൻ പറ്റും എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ. മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ചുള്ള കഥ പറയൂ. ബെന്യാമിൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് സംവിധായകനായ K. മധുവാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? K. മധു. ഒന്നുകൂടെ പറയാം. 2025 നാവികസേന ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത്
തിരുവനന്തപുരം. US പുറത്ത് ഗൂഗിളിൻ്റെ തന്നെ ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണം. 2025 ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനത്തിന് വേദിയായത് ഓസ്ട്രേലിയ. ജനിതക വൈകല്യങ്ങളോട് കൂടിയ കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നു എന്ന നിഗമനത്തിലെത്തിച്ചേർന്ന നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നത് KK ശൈലജ ടീച്ചർ. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ കിരീടം സ്വന്തമാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ചുള്ള കഥ പറയൂ എന്ന പുസ്തകം രചിച്ചത് ബെന്യാമിൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K. മധു. താങ്ക്